ഹായ്, അസ്സാം വലൈക്കും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് 28/3/2026 ശനിയാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിൽ പെൺകരുത്തിൻ്റെ ചെക്ക് എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27 സീറ്റിൽ മത്സരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലേറ്റവും ശ്രദ്ധേയമായത് 2 സീറ്റിൽ വനിതകൾ ഇപ്രാവശ്യം മത്സരിക്കുന്നു എന്നത് തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുസ്ലിം ലീഗ് 2 സീറ്റിൽ വനിതകൾ മത്സരിക്കുന്നത്. ഒന്ന് കൂത്തുപറമ്പിലെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഭാരവാഹി, ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട ജയന്തി രാജനും, അതോടൊപ്പം തന്നെ പേരാമ്പ്രയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തഹ്ലിയുമാണ്. മുമ്പ് ഒരു വീഡിയോയിൽ നമ്മുടെ കൂത്തുപറമ്പുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് പേരാമ്പ്രയിൽ പെൺകരുത്തിൻ്റെ ചെക്ക് എന്ന തലക്കെട്ടിലെ മാറ്റത്തിൻ്റെ തഹ്ലിയ തരംഗം എന്നാണ് ഇന്നത്തെ റിപ്പോർട്ടിൻ്റെ മെയിൻ ഹെഡിങ്. നമുക്കതിലേക്കൊന്ന് കിടക്കാം. NK കുഞ്ഞു മുഹമ്മദ് എഴുതിയിട്ടുള്ള റിപ്പോർട്ടാണ്. പേരാമ്പ്രയില്ല 4.5 പതിറ്റാണ്ടുകാലത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിക്കാനും വികസന മുരടിപ്പിൽ നിന്ന് പേരാമ്പ്രയെ മോചിപ്പിക്കാനുമുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ. 1970കളിൽ മന്ത്രി ഡോക്ടർ KG അടിയോടി പ്രതിനിധീകരിച്ച കാലത്ത് കൈവരിച്ച സബ് ട്രഷറി, ഗവൺമെൻറ് CKG കോളേജ്, പ്ലാന്റേഷൻ കോർപ്പറേഷൻ തുടങ്ങിയ നേട്ടങ്ങൾക്കപ്പുറം പുതിയൊരു വികസന മാതൃകയും ഉയർത്തിക്കാട്ടാനില്ലാത്തത് ഇടതുമുന്നണിക്ക് വലിയ വെല്ലുവിളിയാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തകർന്ന ക്വാർട്ടേഴ്സുകളും ദശാബ്ദങ്ങളായുള്ള താലൂക്ക് രൂപീകരണമെന്ന ജനകീയ ആവശ്യത്തോടുമുള്ള അവഗണനയും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മലയോര മേഖലയിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ MLAയുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാവാത്തത് കർഷകരെ പ്രദേശം വിട്ടുപോകാൻ പ്രേരിപ്പിക്കും വിധം രൂക്ഷമാണ്. പെരുവണ്ണാമൊഴി പുഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ പാത യാഥാർത്ഥ്യമാക്കാത്തതും മതിയായ സൗകര്യങ്ങളില്ലാതെ ചേരമല ടൂറിസ്റ്റ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തതും ജനരോഷം ക്ഷണിച്ച് വരുത്തുന്നുണ്ട്. 3 തവണയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും 1 തവണ മന്ത്രിയാവുകയും ചെയ്ത TP രാമകൃഷ്ണന് 4ാം വട്ടവും വോട്ട് ചോദിക്കുമ്പോൾ പേരാമ്പ്ര ബൈപ്പാസ് അല്ലാതെ മറ്റൊരു നേട്ടവും എടുത്തു പറയാനില്ലാത്തത് ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നു. അശാസ്ത്രീയമായി വാർഡുകൾ വിഭജിച്ചും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടകൾ തകർന്നത് UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. 25 വർഷമായി CPM കൈവശം വച്ചിരുന്ന പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തും മണ്ഡലത്തിലെ 5 ഗ്രാമപഞ്ചായത്തുകളും UDF തിരിച്ചുപിടിച്ചു. ചെങ്ങരോത്ത്, കൂത്താളി, ചക്കിട്ടപ്പാറ, തുറയൂര്, പേരാമ്പ്ര പഞ്ചായത്തുകൾ പിടിച്ചെടുത്തതും അരിക്കുളം, നോച്ചാട്, മേപ്പയൂർ തുടങ്ങിയ ഇടങ്ങളിൽ നില മെച്ചപ്പെടുത്തിയതും തഹ്ലിയയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് ലഭിച്ച 19,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷവും മണ്ഡലത്തിലെ മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് തെളിവാണ്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള നേതാവാണ് അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ ഇവർ MSF ദേശീയ വൈസ് പ്രസിഡന്റ്, ഹരിതയുടെ പ്രഥമ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2019 അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മതസ്വാതന്ത്ര്യ പരിപാടിയിലും ഐക്യരാഷ്ട്രസഭയുടെ വനിതാ കോൺഫറൻസിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് തഹ്ലിയ തായ്ലൻഡിലും അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിലും പ്രസംഗിച്ചിട്ടുണ്ട്. 2017 രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള 10
വനിതാ വിദ്യാർത്ഥി നേതാക്കളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട അവർ മികച്ചൊരു അഭിഭാഷകയും കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറുമാണ്. വയനാട് മുണ്ടക്കൈ ദുരന്തമുഖത്തും കോവിഡ് കാലത്തും നടത്തിയ സേവന പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത നൽകി. വികസന മുരടിപ്പും സർക്കാരിനെതിരായ ജനവികാരവും തഹ്ലിയയ്ക്ക് അനുകൂല തരംഗമുണ്ടാകുമ്പോൾ CPM നേതാവും ഇടതുമുന്നണി കൺവീനറുമായ TP രാമകൃഷ്ണനും BJPയിലെ M മോഹനും മാസ്റ്ററുമാണ് പ്രധാന എതിരാളികൾ. പേരാമ്പ്രയുടെ വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തഹ്ലിയയുടെ യുവത്വവും കാഴ്ചപ്പാടും ഉപകരിക്കുമെന്ന് വോട്ടർമാർ പ്രത്യാശിക്കുന്നു. വികസനത്തിൻ്റെ കാര്യത്തിൽ പേരാമ്പ്ര നേരിടുന്ന അവഗണന ഓരോ വോട്ടർമാർക്കും അനുഭവവേദ്യമായ പശ്ചാത്തലത്തിൽ ഇത്തവണ ഒരു മാറ്റം അനിവാര്യമാണെന്ന ചിന്ത മണ്ഡലത്തിലാകെ പ്രകടമാണ്. MLAയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വെറും ജലരേഖകളായി മാറിയതിൽ പ്രവാസികൾക്കിടയിലും കർഷകർക്കിടയിലും അമർഷം പുകയുന്നുണ്ട്. റോഡ് ഷോകളിലും പൊതുയോഗങ്ങളിലും ഫാത്തിമ തഹ്ലിയയ്ക്ക് ലഭിക്കുന്ന വൻ ജനപങ്കാളിത്തം രാഷ്ട്രീയ എതിരാളികളെ പോലും അമ്പരപ്പിക്കുന്നു. സ്ത്രീകളുടെയും യുവാക്കളുടെയും ഇടയിലുള്ള അവരുടെ സ്വാധീനം വോട്ടായി മാറിയാൽ പേരാമ്പ്രയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ തിരുത്തിയെഴുതപ്പെടുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം. വളരെ കൃത്യമായി തന്നെ പേരാമ്പ്രയിൽ പെൺകരുത്തിൻ്റെ ചെക്ക് മാറ്റത്തിൻ്റെ തഹ്ലിയ തരംഗം എന്ന തലക്കെട്ടിൽ ഇന്ന് വന്നിട്ടുള്ള ചന്ദ്രിക റിപ്പോർട്ട് ഏറ്റവും ശ്രദ്ധേയമാണ്. പേരാമ്പ്ര ഒരു ഇടതുപക്ഷത്തിൻ്റെ കുത്തക മണ്ഡലമാണ്. അത് തിരിച്ചുപിടിക്കാൻ നിയോഗിച്ചിട്ടുള്ളത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ പ്രിയപ്പെട്ട ഫാത്തിമ തഹ്ലിയയാണ് ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാലക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത്. കൃത്യമായി തന്നെ ഇതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായി വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചൊക്കെ പങ്കെടുക്കുകയും പ്രഭാഷണങ്ങളിലൊക്കെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ട നേതാവാണ് പ്രിയങ്കരിയായ ഫാത്തിമ തഹ്ലിയ. തികച്ചും കൃത്യമായി തന്നെ പേരാമ്പ്രയെ തിരിച്ചുപിടിക്കാൻ ശക്തമായി വളരെ മുന്നോട്ട് നയിക്കുന്ന പ്രഗത്ഭയായ സാരഥിയാണ് മുസ്ലിം ലീഗ് UDFൻ്റെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തുടക്കത്തിൽ തന്നെ കൃത്യമായി റോഡ് ഷോകളിലും അതുപോലെ തന്നെ പ്രചരണങ്ങളിലുമൊക്കെ ഏറെ മുന്നേറി ശക്തമായ വേരോട്ടമുണ്ടാക്കി ജനപങ്കാളിത്തത്തോട് ജനബാഹുല്യത്തോടു കൂടി ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞ റോഡ് ഷോകളും പരിപാടികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി തന്നെ തൻ്റെ വാക്കുകൾ കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിക്കാനും വോട്ടർമാരെ പറഞ്ഞ് മനസ്സിലാക്കാനും അതുവഴി വോട്ടുറപ്പിക്കാനും പ്രിയപ്പെട്ട ഫാത്തിമ തഹ്ലിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് കൃത്യമായി തന്നെ സോഷ്യൽ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ നേർക്കാഴ്ചയാണ്. കൃത്യമായും വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പേരാമ്പ്രയെ തിരിച്ചുപിടിച്ച് UDFൻ്റെ കൈകളിലെത്തിച്ച് കേരള നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി ഫാത്തിമ തഹ്ലിയ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന നാൾ നമുക്ക് കാണാം. അതിനെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റം മുസ്ലിം ലീഗ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു മുന്നേറ്റമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 വനിതാ സ്ഥാനാർത്ഥികളെ മുൻനിർത്തി മുന്നോട്ട് പോകുന്നത്. കൃത്യമായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും ഈ നേതൃത്വത്തിനും പ്രിയപ്പെട്ട പാലക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും 1000 അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പേരാമ്പ്രയുടെ പെൺകരുത്തിൻ്റെ ചെക്ക് മാറ്റത്തിൻ്റെ തഹ്ലിയ തരംഗം എന്ന ആ ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF.